പലരെയും അലട്ടുന്ന പ്രശ്നമാണ് മുടി കൊഴിച്ചിൽ, മുടിയിലുണ്ടാകുന്ന ഡാൻഡ്രഫ്, മുടിയിലുണ്ടാകുന്ന നര എന്നിവയൊക്കെ. അതെല്ലാം മാറ്റി നല്ലതുപോലെ മുടി വളരാനായിട്ട് എളുപ്പം സഹായിക്കുന്ന ഒരു അടിപൊളി ഒരു പാക്കാണ് ഞാനിന്ന് പറയുന്നത്. ഈ ഒരു പാക്ക് നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കൂ. നിങ്ങളുടെ മുടിയിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും മാറ്റി നല്ലപോലെ മുടി കിളിക്കാനായിട്ട് എളുപ്പം സഹായിക്കുന്നതാണ്. അതെന്താണെന്നൊക്കെ ഉള്ളത് പറയാം. അതിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് ആദ്യമായിട്ടാണ് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി അമർത്തുമ്പോൾ 3 ഓപ്ഷൻ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും. അതിനകത്ത് ഓൾ എന്ന ഓപ്ഷൻ അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ മുടങ്ങാതെ തന്നെ നിങ്ങളിലേക്ക് വരികയുള്ളൂ. നമ്മുടെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം കേട്ടോ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ റംസാനിയ, ഞാനൊരു ബ്യൂട്ടീഷ്യനാണ്. ഇന്ന് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഇടയിൽ പലരെയും അലട്ടുന്ന മുടിയുടെ പല പ്രശ്നങ്ങളുമുണ്ട്. അതൊക്കെ മാറ്റാനായിട്ട് എളുപ്പം സഹായിക്കുന്ന ഒരു പാക്കാണ് ഞാൻ ഇന്ന് പറയുന്നത്. പലപ്പോഴായിട്ട് ഞാൻ പല പാക്കുകളും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ അത് നിങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക. ഈ ഒരു പാക്ക് ആഴ്ചയിൽ ഒരിക്കൽ ചെയ്താൽ മതി. നിങ്ങളുടെ മുടിയിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളെയും മാറ്റാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഞാൻ പറയുന്ന കാര്യം ഒന്ന് ചെയ്യാമോ? തീർച്ചയായിട്ടും ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മുടി നല്ലതുപോലെ വളർത്തിയെടുക്കാൻ സാധിക്കും. മുടിയാണെങ്കിലും മീശയാണെങ്കിലും താടിയാണെങ്കിലും ഒക്കെ കേട്ടോ. അതെന്താണെന്നുള്ളത് പറയാം. അതായത് ആവണക്കെണ്ണ ഉണ്ടല്ലോ, ആവണക്കെണ്ണ 1 ടേബിൾ സ്പൂൺ എടുക്കുക. അതിലേക്ക് നിങ്ങൾ ഉപയോഗിക്കുന്ന ഏതെണ്ണയാണോ അതെടുക്കാം. അല്ലെങ്കിൽ ഇപ്പം വെളിച്ചെണ്ണ വേണമെങ്കിലും എടുക്കാം. ഏതാണോ നിങ്ങളുടെ കംഫർട്ടബിൾ അതെടുക്കാം. അതിലേക്ക് ആവണക്കെണ്ണ മിക്സ് ചെയ്തിട്ട് നല്ലതുപോലെ നിങ്ങൾ മിക്സ് ആക്കണം. മിക്സ് ആക്കിയതിന് ശേഷം ഇളം ചൂടാക്കണം. ചൂടാക്കിയതിന് ശേഷം മുടിയിൽ തേക്കുക. മുടി മാത്രമല്ല, മുടി വളർന്ന വേരുകളിലേക്കും തേച്ച് നല്ലതുപോലെ മസാജ് കൊടുക്കണം. അതായത് ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് രീതിയിൽ മസാജ് കൊടുക്കുന്നത് കൊണ്ട് മുടിയുടെ ആ ഒരു വേര് വളരാനായിട്ട് സാധിക്കും. മുടിയുടെ വേരിനകത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റുകയും അങ്ങോട്ടുള്ള ആ ഒരു രക്തയോട്ടം കറക്റ്റ് ആവുക ചെല്ലുകയും അതുമൂലം മുടി നല്ലതുപോലെ വളരാനൊക്കെ എളുപ്പം സഹായിക്കുകയും കൂടി ചെയ്യും. ഇത് നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരിക്കൽ ചെയ്താൽ മതി. എല്ലാ ദിവസവും ചെയ്യേണ്ട, ആഴ്ചയിൽ ഒരിക്കൽ. ഈ ഒരു കാര്യം ഇപ്പം നരയുള്ളവരാണെങ്കിലും ചെയ്യാം കേട്ടോ. നരയുള്ളവർക്കും ചെയ്യാം. ഇപ്പം മുടിയിൽ എന്ത് പ്രശ്നമുള്ളവരാണെങ്കിലും ഇത് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു മാറ്റം കിട്ടും. ഇത് കാരണം ആവണക്കെണ്ണ എന്ന് പറയുന്നത് ചെറിയ തിക്കായിട്ടുള്ളതാണ്. അത് നമ്മൾ മറ്റുള്ള ഒരു ഏതെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന ഓയിലോട് മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് അത് ചെറുതായിട്ടൊന്ന് കട്ടയായിട്ട് കിടക്കും. നല്ലതുപോലെ മിക്സ് ആകുമ്പോഴത്തേക്ക് അതുമായിട്ട് അങ്ങ് മിക്സ് ആവുകയും കൂടി ചെയ്യും. എന്തായാലും നിങ്ങൾ ഈ ഒരു ടെക്നിക്ക് ചെയ്യാം. നിങ്ങൾക്ക് അത് താടിയിൽ എല്ലാ ദിവസവും തേക്കാം. ഇപ്പം മുടിയിലാണെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ ചെയ്താൽ മതി. താടിയിലാകുമ്പോൾ എല്ലാ ദിവസവും തേക്കുന്നത്, താടിയിൽ മീശ വളരാനും ഒക്കെ ആണെങ്കിൽ എല്ലാ ദിവസവും തേക്കാവുന്നതാണ്. എന്തായാലും അധികം വലിച്ചു നീട്ടുന്നില്ല. നമുക്ക് എന്തായാലും ആ ഒരു പാക്ക് തയ്യാറാക്കുന്നത് കണ്ടു നോക്കാം. അതിലേക്ക് നമുക്ക് പോകാം കേട്ടോ. ഹെയർ പാക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടി 2 ടേബിൾ സ്പൂൺ ഹെന്ന പൗഡർ ഞാൻ എടുത്തിട്ടുണ്ട്. ഹെന്ന പൗഡർ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. അതിനെന്താണ് വേണ്ടതെന്നുള്ളത് ഞാൻ പറയാം. നമ്മുടെ വീട്ടിൽ മൈലാഞ്ചി ഇല ഉണ്ടല്ലോ, മൈലാഞ്ചി ഇല വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് മിക്സിയിലിട്ട് പൊടിച്ച് അരിച്ചെടുത്താൽ മതിയാകും. നല്ല ശുദ്ധമായിട്ടുള്ള ഹെന്ന പൗഡർ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റും. ഞാൻ അങ്ങനെ 2 ടേബിൾ സ്പൂൺ ഹെന്ന പൗഡർ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ ഷിക്കാക്ക പൗഡറാണ്. ഷിക്കാക്ക പൗഡർ നമ്മുടെ മുടിക്ക് വളരെയധികം ഗുണം നൽകുന്നതാണ്. ഷിക്കാക്ക പൗഡർ ചേർക്കേണ്ടത് 1 ടേബിൾ സ്പൂണാണ്. ഷിക്കാക്ക പൗഡർ ചേർക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ. 1 ടേബിൾ സ്പൂൺ ഷിക്കാക്ക പൗഡർ ചേർത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഇൻഡിഗോ പൗഡറാണ്. ഇൻഡിഗോ പൗഡർ നമ്മുടെ മുടിയെ വളരെയധികം കെയർ ചെയ്യാനും കൂടാതെ തന്നെ നരയുണ്ടാകുന്നതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ഹെയർ ഫാൾസ് ഇല്ലാതാക്കാനും കൂടാതെ തന്നെ നമ്മുടെ മുടിയിലുണ്ടാകുന്ന ഈ ഡാൻഡ്രഫ് പോലുള്ള പ്രശ്നങ്ങളെയൊക്കെ ഇല്ലാതാക്കാനും ഒക്കെ ഇൻഡിഗോ പൗഡറിന് സാധിക്കുന്നതാണ്. 1 ടേബിൾ സ്പൂണാണ് ഇൻഡിഗോ പൗഡർ വേണ്ടത്. അത് ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഇതൊന്ന് മിക്സ് ആക്കുക. അങ്ങനെ ഞാൻ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ആംല പൗഡറാണ്. അതായത് നെല്ലിക്കയുടെ പൊടിയാണ് വേണ്ടത്. 1 ടേബിൾ സ്പൂൺ നെല്ലിക്ക പൗഡർ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കേട്ടോ. 1 ടേബിൾ സ്പൂൺ നെല്ലിക്ക പൗഡർ ചേർത്ത് കൊടുക്കാം. നെല്ലിക്ക നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെയധികം ഗുണം നൽകുന്നതാണ്. ഏറ്റവും കൂടുതൽ അയൺ കണ്ടന്റ് ഉള്ളത് കൊണ്ട് തന്നെ മുടിയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ പരിഹാരം കണ്ടെത്താനുമൊക്കെ നമ്മുടെ ആംല പൗഡറിന് സാധിക്കും. ആംല എന്ന് പറയുന്നത് നെല്ലിക്കയാണ് കേട്ടോ. നെല്ലിക്കയുടെ പൊടിക്ക് സാധിക്കും. കൂടാതെ തന്നെ മുടിക്കുണ്ടാകുന്ന നമ്മുടെ ഫംഗസ് ഇൻഫെക്ഷൻ ആയിട്ടുള്ള ഡാൻഡ്രഫിനെ വരെ മാറ്റാനായിട്ട് നമ്മുടെ ആംല പൗഡറിന് സാധിക്കുന്നതാണ്. ഇനി ഞാൻ ഇവിടെ ചേർക്കുന്നത് അലോവേറ ജെല്ലിൻ്റെ പൗഡറാണ്.
നമുക്ക് അലോവേറ ജെല്ലിൻ്റെ പൗഡർ ഓൺലൈൻ വഴി മേടിക്കാൻ പറ്റും കേട്ടോ. വീട്ടിലുണ്ടാക്കുന്നതിന് നമുക്ക് അത്ര ഒരു ഇതായിട്ട് കിട്ടില്ല. നിങ്ങൾ ഓൺലൈൻ ത്രൂ അല്ലെങ്കിൽ കടയിൽ നിന്ന് മേടിക്കുന്നതായിരിക്കും നല്ലത്. വീട്ടിലുണ്ടാക്കാൻ നമ്മൾ നോക്കുകയാണെങ്കിൽ കുറേയധികം ദിവസങ്ങൾ വേണ്ടി വരും നമുക്ക് അലോവേറയുടെ ആ ഒരു പൗഡർ ഉണ്ടാക്കുന്നതിന്. അത് ഉണങ്ങി അതിൻ്റെ ആ ഒരു ഇതെല്ലാം ജലാംശം എല്ലാം പറ്റി നല്ലപോലെ ഡ്രൈ ആയിട്ട് വേണം നമ്മൾ മിക്സിയിലിട്ട് പൊടിക്കേണ്ടത്. അതൊരു മാസമെങ്കിലും നല്ല ചൂടുണ്ടെങ്കിൽ ഒരു 6 ദിവസം 7 ദിവസം വേണ്ടി വരും. ഞാൻ പലപ്പോഴായിട്ട് നമ്മുടെ അലോവേറ ജെല്ലിൻ്റെ ആ ഒരു അലോവേറയുടെ പൗഡർ ഉണ്ടാക്കാൻ നോക്കിയിട്ട് 2 ദിവസം ഇരിക്കും, 3-ാമത്തെ ദിവസം ആകുമ്പോൾ കേടായി പോകുന്നുണ്ട്. അതുകൊണ്ട് ഞാനിപ്പം ഉണ്ടാക്കില്ല. ഞാനിവിടെ എടുക്കുന്നത് അലോവേറ ജെല്ലിൻ്റെ പൗഡറാണ്. 1 ടേബിൾ സ്പൂൺ. അലോവേറ ജെല്ലെന്ന് പറയുന്നത് നമ്മുടെ ഹെയറിനെ പെട്ടെന്ന് തന്നെ വളർത്താനും ഹെയറിൻ്റെ ആ ഒരു ഉണ്ടാകുന്ന പ്രശ്നങ്ങളെയൊക്കെ മാറ്റാനും ഒക്കെ സഹായിക്കും. പിന്നെ നമ്മുടെ നര ഉണ്ടാകുന്ന ആ ഒരു പ്രശ്നത്തെയൊക്കെ മുടിക്കുണ്ടാകുന്ന നരയൊക്കെ മാറ്റാനും കൂടി നമ്മുടെ അലോവേറ ജെല്ലിൻ്റെ പൊടിക്ക് സാധിക്കുന്നതാണ്. അങ്ങനെ എല്ലാം കൂടി ചേർത്തിട്ടുണ്ട്. അതൊന്ന് മിക്സ് ആക്കുക. അങ്ങനെ ഞാൻ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ കടിഞ്ചായയാണ്. അതായത് നല്ല സ്ട്രോങ് കടിഞ്ചായയാണ് ചേർക്കുന്നത്. 1 ടേബിൾ സ്പൂണാണ് വേണ്ടത്. 1 ടേബിൾ സ്പൂൺ കടിഞ്ചായ ചേർത്തിട്ടുണ്ട്. ഇപ്പം ഇത് ഇച്ചിരിയും കൂടി ഹാർഡ് ആവണം കേട്ടോ. ഞാനിത് തിളപ്പിച്ച് ഇത്രയൊക്കെ കളറായുള്ളൂ എനിക്ക്. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്, ഇത് മിക്സ് ആക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കഞ്ഞിവെള്ളമാണ്. 1 ദിവസം പഴക്കമുള്ള കഞ്ഞിവെള്ളം എടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഇപ്പം നമ്മളിപ്പോൾ ഇന്ന് തന്നെ ഉണ്ടാക്കുന്ന കഞ്ഞിവെള്ളം എടുക്കുകയാണെങ്കിലും കുഴപ്പമില്ല. 1 ദിവസം പഴക്കമുള്ള കഞ്ഞിവെള്ളമാണെങ്കിൽ നല്ലതാണ് കേട്ടോ. ഞാനിവിടെ കഞ്ഞിവെള്ളം ചേർത്തിട്ടാണ് ഈ ഒരു ഹെയർ പാക്ക് മിക്സ് ആക്കുന്നത്. ഓക്കെ, ഞാൻ കഞ്ഞിവെള്ളം ചേർത്തിട്ടുണ്ട്. ബാക്കി ഇനി വേണമെങ്കിൽ നമ്മൾ മിക്സ് ആക്കിയതിന് ശേഷം ഇനിയും അത് നല്ലപോലെ ഒന്ന് മിക്സ് ആവണമെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ചേർക്കാം. ഈ ഒരു ഹെയർ പാക്ക് ഉപയോഗിക്കാൻ പറ്റാത്തവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഹെയർ കളർ ചെയ്തവർ, ഹെയർ സ്ട്രൈറ്റനിങ് ചെയ്തവരൊന്നും ഉപയോഗിക്കരുത്. ഇപ്പം ഹെയർ സ്ട്രൈറ്റനിങ് ചെയ്തിട്ട് 6 മന്ത് ആയിട്ടുണ്ടെങ്കിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് ഒരു പ്രശ്നമില്ല. എനിക്കിപ്പോൾ ഇത് ചെയ്ത് കാണിക്കാൻ കഴിയില്ല. എൻ്റെ മുടി ഇപ്പോൾ സ്ട്രൈറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു 2 മന്ത് ആവാൻ പോകുന്നതേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ സാധിക്കില്ല. നിങ്ങളിപ്പോൾ ഹെയർ കളർ ചെയ്തിട്ട് 1 ദിവസം ആകുന്നതേ ഉള്ളൂ എങ്കിൽ നിങ്ങളിത് ചെയ്യരുത്. പിടിക്കില്ല മുടിയിൽ ഈ ഒരു ഹെന്ന ചെയ്യുന്നത് കൊണ്ട്. നമ്മളിപ്പം ഹെയർ കളറൊക്കെ യൂസ് ചെയ്തതിന് ശേഷം ഒരു 3-4 ദിവസം അല്ലെങ്കിൽ ഇപ്പം ഒരാഴ്ചയ്ക്ക് ശേഷം മാത്രമേ ഈ ഒരു പാക്ക് ഇടാവുള്ളൂ. അല്ലാതെ നമ്മൾ എടുത്ത് പെട്ടെന്ന് തന്നെ ഇടുവാണെങ്കിൽ നമ്മൾ ഈ ഒരു പാക്ക് ചുമ്മാതെ ഇട്ടത് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ആ ഒരു ഗുണമൊന്നും നമ്മുടെ മുടിയിൽ കിട്ടില്ല. കാരണം ഓൾറെഡി നമ്മുടെ മുടിയിൽ കെമിക്കൽ ഇരിക്കുന്നത് കൊണ്ട് നമ്മുടെ ഈ ഒരു കാര്യം നമ്മുടെ മുടിയിലൊന്നും പിടിക്കില്ല. ഇതേ രീതിയിൽ ഇത് കണ്ട് ഇത്രയും തിക്കായിട്ട് മതി. ഇപ്പം ലോങ് ഹെയർ ഉള്ളവരാണെങ്കിൽ കുറച്ച് അളവ് കൂട്ടിയാൽ മതി. നമുക്ക് മുടി മുഴുവനായിട്ട് ഇടണ്ട. നമ്മുടെ മുടിയുടെ വേരായിട്ടുള്ള അവിടെ മാത്രം തലയോട്ടിയിൽ പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മൾ ഏതൊരു ഹെയർ പാക്ക് ആണെങ്കിലും ഇടേണ്ടത്. കുറച്ച് വന്നതിന് ശേഷം കുറച്ച് പാർട്ടായിട്ട് എടുത്തിട്ട് വേണം ഈ ഒരു ഹെയർ പാക്ക് യൂസ് ചെയ്യാനായിട്ട്. ഇപ്പം എൻ്റെ മുടിയിലിപ്പം ഹെയർ സ്ട്രൈറ്റനിങ് ചെയ്തുകൊണ്ട് എനിക്ക് ഇടാൻ പറ്റില്ല. ഇപ്പം എനിക്കാണെങ്കിൽ ഡ്യൂട്ടിക്ക് പോയേക്കുവാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ആരുടെയും മുടിയിൽ ഇപ്പോൾ ഇട്ട് കാണിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് തന്നെ വിശ്വസിക്കാൻ കാണിക്കാം. നമ്മളിപ്പം ഇടുന്നെടുത്ത് മുടി വന്നതിന് ശേഷം അത് മുടി ഒരു ഭാഗത്തേക്ക് മാറ്റിയിട്ട് തേച്ച് കൊടുക്കുക. അങ്ങനെ വന്ന് തേച്ചതിന് ശേഷം മുടിയുടെ മുഴുവനായിട്ട് തേച്ച് പിടിപ്പിക്കുക. അങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ട് ഒന്ന് ഡ്രൈ ആവുമ്പോൾ ഉണ്ടാക്കിയിട്ട് കഴുകാം. ഷാമ്പു ഉപയോഗിക്കരുത് ഇത് കഴുകുന്ന സമയത്ത്. വാടയൊന്നും ഇല്ലല്ലോ, നമ്മൾ മുട്ടയും ചേർക്കാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഷാമ്പു ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ ഇതങ്ങ് കഴുകിയാൽ മതി. നല്ലതാണ്. ആഴ്ചയിൽ ഒരിക്കൽ ചെയ്താൽ മതി. എല്ലാ ദിവസവും ഈ ഒരു പാക്ക് ചെയ്യേണ്ട. ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 2 മാസം കൊണ്ട് തന്നെ നിങ്ങളുടെ മുടിയുടെ ഒരു മാറ്റം കാണാൻ സാധിക്കും. നല്ലതുപോലെ നിങ്ങളുടെ മുടി വളർത്താനൊക്കെ ഈ ഒരു പാക്കിൽ നിന്നും സാധിക്കും. എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. 100% ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടും. ഞാൻ തയ്യാറാക്കിയെന്നൊക്കെ ഉള്ളത് കണ്ടല്ലോ. തീർച്ചയായിട്ടും ഈ ഒരു ഹെയർ പാക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത കുറച്ച് പേരുണ്ട്. ഹെയർ സ്ട്രൈറ്റനിങ് ചെയ്തവർ, കരാട്ടെ ട്രീറ്റ്മെൻറ്റ് ചെയ്തവർ, ഹെയറിനകത്ത് കെമിക്കൽ പരമായിട്ടുള്ള കളർ ചെയ്തവരും ഹെയറിനകത്ത് കെമിക്കൽ പരമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്തവർക്കും ഈ ഹെയർ പാക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. എന്തായാലും ഈ ഒരു ഹെയർ പാക്ക് യൂസ് ചെയ്യൂ. ഞാൻ പറഞ്ഞ രീതിയിലുള്ള എല്ലാ പ്രശ്നങ്ങളും മുടിയിലുണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് നിങ്ങളുടെ
മുടി നല്ലതുപോലെ വേരിൽ നിന്ന് തന്നെ കിളിക്കാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കും. എന്തായാലും അത് ചെയ്തിട്ട് ഈ ഒരു ഹെയർ പാക്ക് യൂസ് ചെയ്തിട്ടുള്ള റിസൾട്ടും ഒക്കെ എന്നോട് വന്ന് പറയാൻ കൂടി നിങ്ങൾ മറക്കരുതേ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും എന്നൊരു വിശ്വാസം എനിക്കുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. ഏതെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വന്ന് ചോദിക്കൂ, അതിൻ്റെ മറുപടി പറയുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ മാക്സിമം ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒക്കെ ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുതേ. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.